മാമോദീസായിലൂടെ നീതീകരിക്കപ്പെട്ടവർ ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിലൂടെയാണ് നീതിമാന്മാരായത്. അല്ലാതെ അവരവരുടെയോ മാതാപിതാക്കളുടെയോ യോഗ്യതയാലല്ല. അവർ പിന്നീട് ജീവിക്കുന്നത് ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ്. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് ഹബക്കൂക്ക് 2:4 തിരുവചനം ഗലാത്യർ 3:11 റോമർ 1:17 ഉദ്ധരിച്ചുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ യേശുക്രിസ്തുവിൽ കൂടി നീതീകരിക്കപ്പെട്ടവരെ ഉറപ്പിക്കുന്നു. യേശുക്രിസ്തുവിനെ അന്ധമായി വിശ്വസിക്കുന്നവർ അവൻ്റെ മഹത്വം കാണും. അവരുടെ കാലിടറുവാൻ അവൻ സമ്മതിക്കുകയില്ല. അബ്രഹാമിൻ്റെ അനുഗ്രഹം തൻ്റെ മക്കളിൽ കൂടി ജാതികൾക്ക് ലഭിച്ചില്ല. ക്രിസ്തുയേശുവിൽ ആ അനുഗ്രഹം ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ഗലാത്യർ 3:14 മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നമ്മെ വിലയ്ക്ക് വാങ്ങി. ആദ്യ മാതാപിതാക്കളോട് ഭക്ഷിക്കരുതെന്ന് പറഞ്ഞ മരത്തിൻ്റെ ഫലം ഭക്ഷിച്ചപ്പോൾ ക്രിസ്തു മരത്തിൽ തൂങ്ങേണ്ടി വന്നു. ഒരു സുഹൃത്തിനെ പോലെ എല്ലാ ദിവസവും വെയിലാറുമ്പോൾ അവരെ സന്ദർശിച്ചു കൊണ്ടിരുന്ന ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ട അവർ പാപം ചെയ്ത് മരിച്ച് അടക്കപ്പെട്ട തലയോടിയിടം എന്ന സ്ഥലത്ത് തന്നെ ക്രിസ്തുവും മനുഷ്യകുലത്തിൻ്റെ പാപപരിഹാരത്തിനായി ശാപമായി തീർന്ന് മരത്തിൽ തൂങ്ങി. അങ്ങനെ മനുഷ്യകുലത്തെ രക്ഷിച്ചു. യേശുക്രിസ്തുവും നമ്മെ സാത്താനിൽ നിന്നും രക്ഷിക്കുവാനായി കൊടുത്ത വില നമ്മുടെ ഹൃദയങ്ങളെ മതിക്കട്ടെ. അത് നമ്മുടെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രൂപാന്തരപ്പെടുത്തുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.